പിണറായി വിജയൻ ആ എല്ലാ കാര്യങ്ങളുമൊക്കെ സാധിച്ചു തരണുണ്ട്. പറഞ്ഞാലും പിന്നെ ഇരുന്നാലും സാധിച്ചു തരണുണ്ട്. അത് നല്ല നല്ല ഭരണമാണ്. കൊള്ളാം. ഉമ്മൻചാണ്ടി നല്ല ഭരണമായതുകൊണ്ട് നല്ല ഭരണമായിരുന്നു. എനിക്ക് പിണറായി വിജയൻ നല്ല ഭരണമുണ്ട്. പിന്നെ കുറച്ച് വികസനമുണ്ട്. വികസനം ഉണ്ടായത് നല്ലതെന്ന് തോന്നുന്നു. എനിക്ക് മികച്ച മുഖ്യമന്ത്രിയായിട്ട് തോന്നിയത് അച്യുതാനന്ദനെയാണ്. അതായത് പാവങ്ങളുടെ ഒരു പടത്തലവനാണ്. എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ ഓക്കെയാണ്. അതിൽ പിന്നെ കമ്മ്യൂണിസം എന്നൊന്നുമില്ല. നല്ല ഒരു മുഖ്യമന്ത്രി, ഇടപെടലായിരുന്നു. നല്ല ഭരണമായിരുന്നു. ഉമ്മൻചാണ്ടി സാറ് നല്ല കാര്യം ചെയ്തിട്ടുണ്ട്. ജനങ്ങൾക്ക് നല്ല ഒത്തു ചെയ്തിട്ടുണ്ട്. ഈ കാരുണ്യ രോഗികൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ല മുഖ്യമന്ത്രി തോന്നുന്നു. പിണറായി വിജയൻ സാറിന് എങ്ങനെ പറയാൻ കാര്യവും എത്ര വർഷത്തെ പെൻഷൻ മുടങ്ങി കിടന്നില്ലേ, ആ പെൻഷനൊക്കെ നമുക്ക് തന്നു തീർത്തില്ലേ, അതുകൊണ്ട് നമ്മൾ പറയണത്. നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള രീതിയിൽ നല്ല രാഷ്ട്രീയവും പക്വതയുള്ള രാഷ്ട്രീയം. നല്ല ഭരണം നല്ലത്. ആണ് ഏറ്റവും നല്ലൊരു മുഖ്യമന്ത്രിയായിട്ട് തോന്നിയിട്ടുള്ളത് നായനാരുടെ ഭരണകാലത്ത് വളരെ നീതി നിർവഹണവും സത്യസന്ധമായ രീതിയിലുള്ള ഭരണം നായനാർ, അഴിമതിരഹിതമായ ഒരു ഭരണം നായനാർ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വന്ന കഥകളൊക്കെ നമുക്കറിയാമല്ലോ. പിന്നീട് അതിനു മുമ്പും അതിന് ശേഷമൊക്കെ വന്ന കഥകളൊക്കെ ഉണ്ടായിട്ടുള്ള മറ്റ് സംഭവ വികാസങ്ങളൊക്കെ അറിയാമല്ലോ. അതാണ് അന്ന്. കാരണം അതെനിക്ക് ഓർമ്മ ഉണ്ടായിരുന്ന കാരണമാണ്. എനിക്ക് നായനാർ 80 വരുമ്പോഴേക്കും എനിക്ക് ഒരു 10-11 വയസ്സൊക്കെ ഉണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്. എനിക്കിപ്പോഴും നായനാർ ആദ്യമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തതൊക്കെ തന്നെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാനന്ന് 7ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിനകത്ത് പഠിക്കുന്ന സമയത്താണ്. ഇതുവരെ ഉണ്ടായിരുന്നതിൽ നല്ലൊരു മുഖ്യമന്ത്രി, സാധാരണക്കാർക്ക് നല്ല രീതിയിൽ. അതെ. അദ്ദേഹമാണല്ലോ ആദ്യമായിട്ട് ഒരു TV-യിൽ ജനങ്ങളുമായി സംവാദിക്കുന്ന ഒരു. അതെ. അതൊക്കെ വളരെ രസകരമായ രീതിയിലുള്ള ഒരു